ED പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ഉപകരണം മാത്രം. കൊടകര കുഴൽപ്പണക്കേസ് നിഷ്പക്ഷാന്വേഷണം നടത്തുക എന്ന പ്രമേയത്തിൽ ഏപ്രിൽ 3 വ്യാഴാഴ്ച കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് SDPI സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ED എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി, ആ അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ എല്ലാ തെളിവുകളും കിട്ടി അവരെ കൈവെള്ളയിൽ വന്ന ഏക ഒരു കേസാണ് കൊടകര കുഴൽപ്പണ കേസ്. എല്ലാ തെളിവുകളുമുണ്ട്, സാക്ഷികളുണ്ട്. അത് ഇലക്ഷന് ഉപയോഗിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് വളരെ കൃത്യമായി അറിയുകയും ചെയ്യുക. കേരള പോലീസിൻ്റെ റിപ്പോർട്ടുണ്ട്. എന്നിരിക്കെ അതിനെ വളരെ സമർത്ഥമായി ഒരു ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ച് എഴുതി തള്ളുന്നൊരു സാഹചര്യമുണ്ടാകുന്നു. അപ്പോൾ ആ ഭൂമി വെള്ളാപ്പള്ളി നടേശൻ്റേതാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും എല്ലാ തെളിവുകളും കയ്യിലുള്ള ഒരു വിഷയത്തിൽ EDയുടെ നിലപാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതാണ്. സ്വാഭാവികമായും BJP നിയന്ത്രിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. നിരവധി തെളിവുകളാണ് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് 41 കോടി രൂപ വന്നു എന്നാണ്. പിന്നീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 12 കോടി, അങ്ങനെ 53 കോടി, 53.4 കോടി കേരളത്തിലേക്ക് ഒഴുകി. അപ്പോൾ അത് കൊണ്ടുവരുന്ന വഴിക്ക് 3.5 കോടി രൂപ കൊടകരയിൽ കവർച്ച നടക്കുന്നു. അപ്പോഴാണ് ഇത് ഏതെങ്കിലും പോലീസൊന്നും അന്വേഷിച്ചിട്ടല്ല, അവിടെ സ്വാഭാവികമായിട്ടും അത് കവരാൻ വേണ്ടിയിട്ട് നടത്തിയ അപകട നാടകം അത് തിരിച്ചറിയുന്നു. അങ്ങനെ അന്വേഷണം പോകുന്നു. ഇത് BJPയുടെ നേതാക്കളിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ ഉടനെ തന്നെ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇടപെടുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ അന്നത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന KK അനീഷ് അതിനകത്ത് ഇടപെടുന്നു. അങ്ങനെ അവരുടെ മൊത്തം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോയി അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്നതാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാകുന്നു. ഇത് മാത്രമല്ല, അതേ ഓഫീസിലെ സെക്രട്ടറി തിരൂർ സതീഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു BJPക്കാരൻ തന്നെ 3 തവണയാണ് വാർത്താ സമ്മേളനം നടത്തിയത്. 2 തവണ അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞു. മൊത്തം 5 തവണ ഈ കേരളത്തിൻ്റെ മാധ്യമപ്രവർത്തകരെ മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്. 6 കോടി 6 ചാക്കിലായിട്ട് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോകുന്നത് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടതാണ്. അതിൽ 3 ചാക്ക് ഞാനാണ് എടുത്തു കൊടുത്തത്, ഈ വന്നവർക്ക് റൂം എടുത്തു കൊടുത്തത് ഞാനാണ് എന്ന് വളരെ തെളിവ് സഹിതം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലും ഈ EDക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നത് BJPയുടെ ഓഫീസും EDയുടെ ഓഫീസും തുല്യമാണെന്നാണ്. ഏതാണ് ഈ ആരുടെ ഓഫീസാണെന്ന് അറിയാൻ പറ്റാത്ത നിലയിൽ BJPക്ക് പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ടാണ് ED പ്രവർത്തിക്കുന്നത് എന്നതാണ് നമുക്ക് കേരളത്തിലെ ഈ ഒരു സംഭവം മാത്രം നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനേക്കാൾ ഉപരി ദേശീയ തലത്തിൽ തന്നെ BJPയോടൊപ്പം ചേരുകയോ അല്ലെങ്കിൽ അവർക്ക് ആഭിമുഖ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ കോടിക്കണക്കിന് അഴിമതികൾ വെള്ളയായി. ED അന്വേഷിക്കാതായി എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാം. ഈ രാജ്യത്ത് അങ്ങനെ ഒരു വലിയ സംവിധാനം ED ഏകപക്ഷീയമായി നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് SDPയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്? ഇതേ നിയമം വെച്ചിട്ടാണ്. നമ്മുടെ ഈ നിയമത്തെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും ക്രൂര നിയമങ്ങളിൽ ടാറ്റയും പോട്ടയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ ക്രൂര നിയമമാണ് ഈ കള്ളപ്പണ വെളുപ്പിക്കൽ എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ കവർന്നെടുക്കുന്നതാണ്. ഒരു സംസ്ഥാനത്തോടും ചോദിക്കാതെ നേരെ വരികയും ആരെയും അറസ്റ്റ് ചെയ്യാം, ആരുടെ വീട്ടിലും കയറാം, എവിടെയും പോയി സ്വത്തുക്കൾ കണ്ടെത്താം, പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമ സംവിധാനത്തെ, ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തേക്ക് എടുത്തു കളഞ്ഞുകൊണ്ട് EDക്ക് ഒരു അധികാരം കൊടുക്കുന്നത് വളരെ ക്രൂരമായ നിയമമാണ് എന്ന് പറയുന്നു. 14 രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തുള്ള ഓരോ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. 193 കേസുകൾ രാഷ്ട്രീയക്കാർക്കെതിരെ എടുത്തതിൽ വെറും 2 കേസ് മാത്രമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശിക്ഷ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് എന്ന് പാർലമെൻറ്റിൽ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി കഴിഞ്ഞ കുറച്ച് ദിവസമേ ഉള്ളൂ പറഞ്ഞിട്ട്. 5297 കേസുകൾ 10 വർഷത്തിനിടയിൽ രജിസ്റ്റർ ചെയ്തു ED. അതിൽ വെറും 40 കേസ് മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എത്രമാത്രം
പ്രതിപക്ഷത്ത് ഇതിലേതെങ്കിലും ഈ 5297 കേസിൽ ഒരു കേസ് പോലും BJPയുമായി ബന്ധപ്പെട്ടോ അവരുടെ പിന്നെ മുന്നണിയിലുള്ള ഒരാളുമില്ല. എല്ലാം പ്രതിപക്ഷ പാർട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് സംശയിക്കുന്നതിനകത്ത് യാതൊരു ഒരു കാരണമുണ്ട്. ഇത് സംശയിക്കുന്നത് BJPയുടെ B ടീമായി ED മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി 2 വർഷം മുമ്പെടുത്തൊരു കേസ്, ആ കേസിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹം അവിടെ പോയി 2 ദിവസം EDയുടെ മുന്നിൽ മൊഴി കൊടുത്തു. മൊഴി കൊടുത്തതിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനല്ല. അത് സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം വിളിച്ചു വരുത്തും. ഈ രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ മുന്നിൽ പോകും. അത് കഴമ്പില്ല എന്ന് പറയുമ്പോൾ സാധാരണ തിരിച്ചു പോകും. അതിന് പോയ ഒരാൾ പിന്നീട് കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തു, വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു, വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു. അങ്ങനെ സജീവമായി ഈ പൊതുമണ്ഡലത്തിൽ നിന്നൊരു വ്യക്തിയെ പിന്നെയും 1 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാറേണ്ടി വരികയാണ്. നിങ്ങൾ EDയുടെ മുന്നിൽ ഹാജരാകണം. അദ്ദേഹം അതനുസരിച്ചു. ഇവിടുന്ന് പോകുന്ന മാർഗത്തിലാണ് അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അറസ്റ്റ് ചെയ്തതാണ് രാജ്യം വിടാൻ പോകുമ്പോൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും EDയുടെ മുന്നിൽ മൊഴി കൊടുക്കാൻ വേണ്ടി പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേശീയ പ്രസിഡന്റിനെ ED മനഃപൂർവ്വം അറസ്റ്റ് ചെയ്ത് ഇന്ന് ജയിലിലാണ്. എന്താണ് ആ കേസിൽ പിടിക്കപ്പെട്ട മുഴുവൻ പ്രതികളും ഇന്ന് ജാമ്യം കിട്ടി വെളിയിലാണ്. അതിൽ കഴമ്പില്ല എന്ന് കോടതി പോലും കണ്ടെത്തിയ ഒരു കേസിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വിവേചനമാണ് എന്ന് ഞങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഇത് തുറന്നെഴുതണം. ഇതൊരു വിവേചനമാണ്. ഒരു പക്ഷത്ത് എല്ലാ തെളിവുകളും ഉണ്ടായിരിക്കെ അവരെല്ലാം ഒരു കുഴപ്പവുമില്ലാതെ പോകുമ്പോൾ ഇപ്പുറത്ത് ഒരു തെളിവുമില്ലാതിരുന്നിട്ട് പോലും പിടിച്ച് ജയിലിലിടുന്ന ഒരു വിവേചനം ഈ രാജ്യത്തുണ്ട്. അത് നിങ്ങൾ തുറന്നെതിർക്കണം, തുറന്ന് പറയണം ജനങ്ങളോട് എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ EDയുടെ ഈ പൊയ്മുഖങ്ങൾ ഞങ്ങൾ തുറന്ന് പൊതുസമൂഹത്തോട് സംവദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ അല്ലാതെ കോർണർ മീറ്റിംഗ് അടക്കമുള്ള വ്യാപകമായ പ്രചരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന 3-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളത്ത് EDയുടെ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്താൻ പോവുകയാണ്. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK ഷൗക്കത്ത് അലി, അതുപോലെ തന്നെ VM ഫൈസൽ, നിമ്മി നൌഷാദ് അടക്കമുള്ളവർ അതിനകത്ത് സംബന്ധിക്കും. പ്രിയപ്പെട്ട പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അജ്മൽ K മുജീബ് അതിനകത്ത് അധ്യക്ഷത വഹിക്കും. അതുകൊണ്ട് ആ മാർച്ച് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അതിലെത്തുകയും അത് കാര്യമായ നിലയിൽ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇതൊരു വലിയ വിവേചനമാണ് രാജ്യത്ത്. ഇന്ന് ഞങ്ങൾക്കെന്തുണ്ട്, നാളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാധ്യമപ്രവർത്തകരെ നേരെ പോലും ഇത് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ BJP എതിർക്കുന്നത് ആരുണ്ടോ അവർക്കൊക്കെയും നാളെ കാത്തിരിക്കുന്ന ഒരു വലിയ മഹാവിപത്താണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇതുമായി സഹകരിക്കുകയും നല്ല നിലയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. EDയുടെ ഇരുട്ടാപ്പും വിവേചനവും സ്വജനപക്ഷപാതവും പൗരസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രചാരണങ്ങൾ വരും നാളുകളിൽ കൂടുതൽ ശക്തമാക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. SDPI സംസ്ഥാന പ്രവർത്തക സമിതി അംഗം VA ഷൗക്കത്ത് അലി, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അജ്മൽ K മുജീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.